പ്രവാചക ശിഷ്യന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആ മുറിക്കകത്തിരിക്കുമ്പോൾ ചുറ്റുമുള്ള വീടുകളെല്ലാം ജനസമൂഹം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് അവിടെ കേൾക്കാൻ പോകുന്നത്? ഇനി എന്താണ് അവിടെ കാണാൻ പോകുന്നത്? ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്രിയമുള്ളവരെ, ലോകം പുറത്തു നിന്ന് നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നോർത്ത് ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തൊരാത്മാവിന്റെ പകർച്ചയുണ്ട്. ഇന്ന് രാത്രി ഭയത്തോടെ ഇന്ന് രാത്രി പങ്കുവയ്ക്കാൻ കഴിയാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ഇതിന്റെ നടുവിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നോട് ദൈവത്തിന് നമ്മൾ ദൂത് കൈമാറുക. ഇന്ന് രാത്രി ഈ അകത്ത് നീ ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത നിന്റെ പ്രാർത്ഥനാ വിഷയം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തിരിക്കുക. ഈ അകത്തൊരു പകർച്ച നടക്കുന്നുണ്ട്. അവൻ ഈ പകർച്ച നടക്കുമെന്ന് പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ ഭവനത്തിന് ഒരാത്മപകർച്ച നടന്നതുപോലെ യഹൂദന്മാരെ ഭയന്നുകൊണ്ട് വാതിലടച്ച് ഭയത്തോടുന്ന ശിഷ്യന്മാരുടെ നടുവില് ഒരാത്മാവിന്റെ പകർച്ച നടന്നതുപോലെ പെന്തക്കോസ്ത് നാളിൽ പെന്തക്കോസ്തിന്റെ മാളിക മുറിയില് ഒരാത്മപകർച്ച നടന്നതുപോലെ ഇന്ന് രാത്രി ഒരാത്മപകർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മപകർച്ചയിൽ ഭാഗമാകുന്നവർ ഈ ആത്മപകർച്ചയുടെ ഭാഗമാണ്. പിന്നെ പുറത്തേക്ക് വരുമ്പോ ഹല്ലേലൂയ, അവന്റെ മുഖത്ത് മുമ്പത്തെ നിരാശയില്ല, ഭാരമില്ല. നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് മുറിക്കകത്തേക്ക് കിടന്നത്. തുള്ളിച്ചാടിയല്ലേ പുറത്തു വരുന്നത്. ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമാണ്. തലകേർക്കുന്നൊരു ദൈവമാണ്. നിന്റെ ഭയത്തെ എടുത്തു മാറ്റി ദൈവാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു, നീ എന്താണോ ഭയപ്പെട്ടിരിക്കുന്നത് ആ ഭയത്തെ ഇന്ന് രാത്രി പുറത്തു എടുത്തു മാറ്റി ഒരു ധൈര്യം നിന്റെ മേൽ പകരാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി പദ്ധതിയുണ്ട്. അവൻ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, പെരുവെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം.